എല്ലാവർക്കും ജിജീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന മാതിരത്തെ സൂപ്പാണ്. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഫ്രോസൺ സ്വീറ്റ് കോൺ, കുറച്ച് പെപ്പർ പൗഡർ, ഒരു 1/4 സ്പൂണ്, പിന്നെ ഒരു 1/2 സ്പൂൺ ഉപ്പ്, സവോള, വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ബാക്കി ചേരുവകൾ ഞാൻ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ പറയുന്നതായിരിക്കും. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് നമുക്ക് സ്വീറ്റ് കോൺ ചേർക്കാം. ഞാനിവിടെ ഫ്രോസൺ സ്വീറ്റ് കോൺ ചേർത്തെന്നേ ഉള്ളൂ. അത് നമ്മൾ സാധാരണ മേടിക്കുന്ന ചോളത്തിൻ്റെ ഇതിന്ന് നമുക്ക് ചോളത്തിൻ്റെ ഇതെല്ലാം അടർത്തിയെടുത്തിട്ട് അതും ഉപയോഗിക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നോണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. പിന്നെ കുരുമുളകും ഉപ്പും എല്ലാം കൂടെ അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് സവോളയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അതുകൂടെ ചേർത്ത് ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് ഇത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം. വെളുത്തുള്ളിയുടെയും സവോളയുടെയും പച്ചമണം ഒന്ന് മാറണം. അതുപോലെ തന്നെ അത് നല്ല ഒരു ടേസ്റ്റ് സൂപ്പിന് കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. വെള്ളത്തിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ കോണും സവാളയൊക്കെ എടുത്തതിൻ്റെ ഇരട്ടി അളവിനാണ് വെള്ളം ഇതിൽ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പച്ചമണം, സവാളയുടെയും വെളുത്തുടെയും പച്ചമണം മാറുന്ന വരയ്ക്കും നമ്മൾക്കിത് നന്നായിട്ട് തിളപ്പിക്കണം. അടുത്തതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കൻ അതും കൂടെ നമുക്ക് ഈ സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും സവാളയുടെയും പച്ചമണം മാറിയതിന് ശേഷമാണ് ഈ മിൻസ് ചെയ്ത ചിക്കൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചിക്കൻ ഒന്ന് അല്പം വേകണം. ഇത് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞത് കാരണം അധികം സമയം വേകാനായിട്ട് എടുക്കില്ല. എന്നാലും നമുക്ക് സൂപ്പിൻ്റെ ഒരു അളവ്, നമുക്ക് എത്രയാണോ സൂപ്പ് വേണ്ടത് അതനുസരിച്ച് ഒരല്പം കൂടെ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ചിക്കൻ്റെ സ്വാദും കൂടെ ഈ സൂപ്പിലേക്ക് ഇറങ്ങും. സൂപ്പ് നന്നായിട്ട് കുറുകിയിരിക്കാനായിട്ട് അതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർക്കണം. അപ്പം ഞാൻ 1.5 സ്പൂണ് കോൺഫ്ലവർ എടുത്തു. അതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ കോൺഫ്ലവർ കട്ടി കെട്ടാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ആ സൂപ്പിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കും. സ്വീറ്റ് കോൺ ആയത് കാരണം നമ്മൾ ഒരല്പം പഞ്ചസാര കൂടെ ചേർക്കുകയാണ്. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ഈ കോൺ തന്നെ വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ച് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റായി. ചിക്കൻ വെന്തതിന് ശേഷമാണ് ഞാൻ ഈ കോൺഫ്ലവർ കലക്കിയത് സൂപ്പിലേക്ക് ചേർത്തത്. അപ്പോൾ എല്ലാം വെന്ത് പാകമായി കഴിഞ്ഞാൽ മാത്രമേ കോൺഫ്ലവർ മിക്സ് ചെയ്തത് ചേർക്കാൻ പാടുള്ളൂ. കാരണം കോൺഫ്ലവർ മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ സൂപ്പ് കട്ടിയാകും. ഇനി സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ ചേർക്കുക. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്ക് പുറത്തെങ്ങും പോകാൻ പറ്റിയില്ല. അത് കാരണമാണ് ഞാനിവിടെ മല്ലിയില ഉപയോഗിക്കുന്നത്. മല്ലിയില ആണെങ്കിൽ നല്ലൊരു സ്വാദ് കൊടുക്കും. പക്ഷെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സ്വാദ് വേണമെങ്കിൽ സ്പ്രിംഗ് ഒനിയനാണ് ചേർക്കേണ്ടത്. ഇനി ഒരു മുട്ടയുടെ വെള്ള മാത്രമായിട്ട് ഞാൻ പൊട്ടിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് മുട്ടയുടെ വെള്ളയാണ്. ഇതാണ് മുട്ടയുടെ വെള്ള. മുട്ടയുടെ വെള്ള ചേർക്കുമ്പോൾ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പം നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം അത് ഒരു ഭാഗത്തായിട്ട് കട്ടിയായിട്ട് വരില്ല. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ മുട്ടയുടെ വെള്ള ഈ ചൂടായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പിലേക്ക് ചേരുമ്പോൾ ചെറിയ ചെറിയ ഒരു പീസസ് ആയിട്ട്, അതായത് സ്പ്രെഡായിട്ട് ആ ചൂടുവെള്ളത്തിൽ കൂടെ ചേർന്നിട്ട് അത് കുക്കായി വരും. ഇതിനി അധികം സമയം വേണ്ട. നല്ല ചൂടായിട്ട് തിളച്ചുകൊണ്ടിരുന്ന സൂപ്പിലേക്കാണല്ലോ ചേർത്തത്. ഇത് കണ്ടോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് റെഡിയായി. നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതെല്ലാവർക്കും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കനൊക്കെ ഇടയ്ക്ക് വീട്ടിൽ മേടിക്കുന്നതാണ്. ഇനി സ്വീറ്റ് കോൺ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ക്യാരറ്റും ബീൻസും ആണെങ്കിലും ഇതിന് പകരമായിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് എല്ലാവരും സമയം കിട്ടുമ്പോൾ ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഫാമിലിയിലുള്ളവർക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരായിട്ട് കൂടെ ഷെയർ ചെയ്യുക.
അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.